ഹലോ, വെൽക്കം ടു അജയ് കിച്ചൺ. ഇന്ന് ഞാനൊരു ഫിഷ് മീൻകറി ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടി 1/2 കിലോ വാള, പാമ്പാട വാളയെന്നും പറയും. അപ്പോൾ അത് മേടിച്ച് നല്ല കഴുകി വൃത്തിയാക്കി കഷ്ണിച്ച് വെച്ചിട്ടുണ്ടേ. കറിയാണേ. പിന്നെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസേ ഫ്രോസൺ ആണേ, അതും എടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കിതിനൊരു മസാല ഉണ്ടാക്കാം. അടുപ്പ് കത്തിക്കാം. പാത്രം ചൂടായി. ഇതിനകത്ത് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇത് മതി. ഈ എണ്ണയിലോട്ട് ഒരു 10-20-25 ചെറിയ ഉള്ളി, സാമ്പാർ ഉള്ളി, അതിൻ്റെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി കിട്ടട്ടെ, ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഇതിനകത്ത് നമ്മൾ ഉള്ളി കഴിയേണ്ട വെള്ളമയമില്ലേ, അതൊന്ന് മാറി കിട്ടിയിട്ട് വേണം ഈ മസാല ഇടാൻ. ഇതിനകത്ത് ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കേ. ഇതിനകത്തൊരു ചെറിയ 6 അല്ലി വെളുത്തുള്ളിയെ, ചെറിയ അല്ലിയെ. അജയ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ആ വെള്ളമയമൊക്കെ മാറി. ഇതിനകത്ത് ഒരു 7 മുളക്, കാശ്മീരി മുളക് അതിട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ കുരുമുളക്. എല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ വറുത്തെടുക്കേ. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇതൊന്ന് വാടി കിട്ടട്ടെ. നമ്മുടെ മുളകും മല്ലിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ടേ. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കേ. ഇടയ്ക്ക് തീ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്തോണ്ടിരിക്കണേ. ഇത് മതി. ഗ്യാസ് ഓഫാക്കി ഒന്ന് തണുക്കട്ടെ, എന്നിട്ടേ നമുക്ക് അരച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. എൻ്റെ തണുപ്പൊന്ന് മാറിക്കിട്ടട്ടെ. നമ്മുടെ മല്ലിയും ഉള്ളിയും മുളകും എല്ലാം തണുത്തേ. ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് കറക്കുക. പൊടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കേ. നമ്മുടെ അരപ്പ് എല്ലാം അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. അതിനകത്ത് ഒരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞിട്ട് കൊടുത്ത് ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലോട്ട് 2 തക്കാളി മിക്സിയിലിട്ട് അടിച്ചതേ, അത് ഇട്ട് കൊടുക്കും. തക്കാളിയുടെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടട്ടെ. നമ്മൾ തക്കാളി എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഓയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചുകൊണ്ടുവന്ന മസാലയല്ലേ, മുളകും മല്ലിയും ഉള്ളിയൊക്കെ, അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കേ.
എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി വഴറ്റുമൊന്നും വേണ്ട, കാര്യം നമ്മൾ വഴറ്റിയെടുത്ത സാധനമല്ലേ മല്ലിയും മുളകും എല്ലാം. ഇതിനകത്ത് ഈ മിക്സി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണേ. മതി. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പേ. ഒന്ന് തിളക്കട്ടെ. ഇത് തിളച്ചത് നമുക്ക് കവർ ചെയ്ത് കൊടുത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി തിളച്ചു നോക്കേ. നമ്മളെ കറി തിളച്ച് വരുന്നത് ഇതിലോട്ട് ഈ ഗ്രീൻ പീസ് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഫ്രോസനാണ്, അതുകൊണ്ട് വേവില്ല അധികം, മീൻ്റെ കണക്കേ ഉള്ളേ. ഇനി ഇതിനകത്ത് ഇത് പാമ്പാടയാണേ, വാളമീൻ. പക്ഷേ ഇത് ഏത് മീനിലും ഇതുപോലെ തയ്യാറാക്കേ. ഈ മീനും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഓ, ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ കറി നോക്കേ, ഫിഷ് കറി തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ചതേ ഉള്ളേ. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയേ. അത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നമ്മളിത് വറുക്കത്തില്ലേ കുരുമുളകൊക്കെ, മുളകും മല്ലി, അപ്പോഴും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതിയേ, പച്ച ഉലുവ. ഇനി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് തീ കുറച്ചിടാം. ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഞാൻ തീ ഒന്ന് കുറയ്ക്കാം. ഒരു മീഡിയത്തിൽ കിടക്കട്ടെ. ഇനി ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് മീൻ കറി നോക്കാം. ഓ, നല്ല മണമായിരുന്നു. റൂം മൊത്തം നല്ല മണേ. ഒന്ന് ചുറ്റി കൊടുക്കാം. ചൂട്. മതിയേ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കട്ടെ. ഓ, അടിപൊളി ടേസ്റ്റ്, വിശ്വസിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇതിനകത്ത് പുളി ഞാൻ ചേർക്കുന്നില്ല, കാര്യം നാടൻ തക്കാളിയായിരുന്നു. വലിയ പുളിയും വേണ്ട, അതുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടില്ല. തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ. പിന്നെ പുളി വേണ്ടവർക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം, പിഴുപുളി ഇട്ട് കൊടുക്കാം. അത് പിഴുപുളിയാണെങ്കിൽ ഒരു ചെറിയൊരു, അത് അവരവരുടെ ഇഷ്ടം, എരിയും പുളിയൊക്കെ. നല്ല ടേസ്റ്റ് ചെയ്തു. മീൻ ഏതായാലും പ്രശ്നമൊന്നുമില്ലേ. ഇനി ഇതിനകത്ത് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് പിളർന്ന് ഇട്ട് കൊടുത്ത്, ഇതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ആയിക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞെടുക്കാം. നമ്മുടെ മീൻ കറി നോക്കേ. നോക്കിയേ, നല്ല മണമുണ്ട്.
ടേസ്റ്റ്. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാനായിട്ട്. മീൻ ഏത് മീനായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള അടിപൊളി മീൻ കറിയാണ്, ഫിഷ് കറിയാണ്. ഞാൻ താഴെ തുറക്കി വെക്കാം ഇത്. ഓക്കെ, ഇത് മീൻ കറി എന്തൊരു മണമാ, നല്ല മണമുണ്ട്. ഈ പച്ചമുളക് ലാസ്റ്റ് ഇട്ടാൽ 2-3 ഇട്ട് കൊടുക്കണേ, അതിന് പ്രത്യേക ഒരു സ്മെല്ല്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട്, ഇതിൻ്റെ ഫിഷൊന്നും ഉടഞ്ഞിട്ടില്ല, ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അടിപൊളി ഫിഷ് കറിയാണ്. ഞാനേ കുറച്ച് ചോറെടുത്തിട്ടുണ്ടേ, നല്ല ചൂട് ചോറിനകത്ത് നമ്മളെ ഫിഷ് കറി, ഗ്രീൻ പീസ് ഫിഷ് കറി ഒഴിച്ചു കൊടുക്കാം. എന്താ മണമെന്നറിയോ, എന്താ മണം. ഓക്കെ, ആ മീനൊന്നും ഉടഞ്ഞിട്ടില്ല, ഗ്രീൻ പീസൊക്കെ നല്ല ടേസ്റ്റായി കഴിക്കാനായിട്ട്. സത്യം പറയാം, ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട. പച്ചക്കറിക്ക് പച്ചക്കറിയുണ്ട്, ഫിഷുണ്ട്. ഓക്കെ, ഓക്കെ, ഇത് കണ്ട ആർക്കാ കഴിക്കാൻ തോന്നാത്ത? എന്ത് ടേസ്റ്റാണെന്നറിയാം. ഈ കാണുന്ന കണക്ക് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കഴിക്കാനായിട്ടേ. നല്ല അടിപൊളി ഫിഷ് കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.